ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ എൽ പി സ്കൂൾ മലയാളം ടീച്ചറിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ 2 ആണെന്നും ഓർത്തിരിക്കുക. അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1നും 100നും ഇടയ്ക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1നും 50നും ഇടയ്ക്ക് 15 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1/2 the whole raised to -1 plus 2/3 the whole square minus 3/4 the whole raised to 0 the whole raised to -2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നമ്പറിൻ്റെ വ്യുൽക്രമം എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പവർ നെഗറ്റീവ് മാറിക്കിട്ടും. അതായത് 1/2 the whole raised to -1 എന്നില്ല, നമുക്ക് 2/1 the whole raised to 1 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് 2/3 the whole square എത്ര വരും? 4/9. ഇനി അടുത്തത് എനി ക്വാണ്ടിറ്റി റേസ് ടു 0, a raised to 0 equal to 1, x raised to 0 equal to 1, y raised to 0 equal to 1. അപ്പോൾ 3/4 raised to 0 equal to 1 the whole raised to -2. ഓക്കെ, 2/1 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 + 4/9 -1. 2 - 1 എത്രയാണ് വരുന്നത്? 2 - 1 1 1 + 4/9 the whole raised to -2. 1 × 9 9, 9 + 4 13, 13/9 the whole raised to -2. നമ്മൾ മൈനസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് പവർ മാറി കിട്ടും. അതായത് വ്യുൽക്രമം എടുത്തു കഴിഞ്ഞാൽ മൈനസ് പവർ മാറി കിട്ടും. 9/13 the whole raised to 2. 9 × 9 81/169. ആൻസർ എത്രയാണ്? 81/169 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7.83 ഇൻറ്റു 7.83 ഇൻറ്റു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? 7.83 ഇൻറ്റു 7.83 ഇൻറ്റു -1.17 ഇൻറ്റു 1.17ൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ എന്നുള്ള വാല്യൂ എത്രയാണ്? 7.83. ബിയുടെ വാല്യൂ എത്രയാണ്? 1.17. അപ്പോൾ ഇത് എന്തിൻ്റെ ഫോർമുല തന്നിരിക്കുന്നത്? ഇത് എയും ഇത് ബിയും ആയാൽ a² - b² ഫോർമുലയാണ് തന്നിരിക്കുന്നത്. a² - b² ഡിവൈഡഡ് ബൈ a - ബിയുടെ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇവിടെ എയുടെ വാല്യൂ 7.83 മൈനസ് 1.17 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ 6.66 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നോക്കാം. a² - b² എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു a + b ഇൻറ്റു a - b the whole divided by a - b. a - b ക്യാൻസൽ ആവും. a + b എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 7.83 പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? 1.17 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 ആണ് ആൻസർ കിട്ടുന്നത്. 7 3 10, 8 2 10, ശിഷ്ടം 1, 7 2 9, 9 ആണ് ആൻസറായിട്ട് വരുന്നത്. 9. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. a + d, a + 2d, a + 30d എന്ന സമാന്തര ശ്രേണിയുടെ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആവറേജ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ് തന്നിരിക്കുന്നത്? ആവറേജ് അല്ലെങ്കിൽ ശരാശരി ഈക്വൽ ടു ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. അപ്പം ഫസ്റ്റ് ടേം ആദ്യ പദം ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത്? എ ആണ് ആദ്യ പദമായിട്ട് തന്നിരിക്കുന്നത്. എ. അവസാന പദം എത്രയാണ് തന്നിരിക്കുന്നത്? a + 13d ഡിവൈഡഡ് ബൈ 2. 2a + 13d ഡിവൈഡഡ് ബൈ 2. നമുക്കിതിനെന്ത് ചെയ്താൽ മതി? 2 കോമൺ എടുക്കാം. 2 × a + 15d
ഡിവൈഡഡ് ബൈ 2. 2 × 2 ക്യാൻസലായി പോകുമ്പോൾ a + 15d ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. x/3 = y/4 = z/7 ആണെങ്കിൽ x + y + z = z എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം x/3 = y/4 = z/7 = k എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 3k. വൈയുടെ വാല്യൂ എത്ര കിട്ടും? 4k. ഇസഡിൻ്റെ വാല്യൂ എത്ര കിട്ടും? 7k. ഇപ്പോൾ കെയുടെ വാല്യൂ 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 4, ഇസഡിൻ്റെ വാല്യൂ 7. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? x + y + z = z ആണ്. അപ്പോൾ നമുക്ക് ആദ്യം x + y + z കണ്ടുപിടിക്കാം. x + y + z എത്രയാണ്? 3 + 4 + 7. 3 + 4 + 7 = 14 എന്ന് കിട്ടും. x + y + z 14 എന്ന് കിട്ടും. z 7 ആണെന്ന് നമുക്കറിയാം. അപ്പം x + y + z എങ്ങനെ വരും? 14:7. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 2:1. 2:1 ആണ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് എന്താണ്? 2:1, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, അതിൻ്റെ വികരണത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിൽ, ഈ ക്വസ്റ്റ്യനിൽ ചുറ്റളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവിൻ്റെ ഫോർമുല എന്താണ്? 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. ഇതാണ് ചുറ്റളവിൻ്റെ ഫോർമുല. ഇവർ അംശബന്ധത്തിലാണ് തന്നിരിക്കുന്നത്. അതായത് നീളം എന്ന് പറയുന്നത് 4x വീതി എന്ന് പറയുന്നത് 3x ആണ്. ഓക്കെ, പിന്നെ ഇവർ തന്നിരിക്കുന്നത് ഒരു ചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത്, വികരണം എന്ന് വെച്ചാൽ ഇതാണ് വികരണം. വികരണത്തിൻ്റെ നീളം 25 എന്ന് തന്നിട്ടുണ്ട്. നീളം 4, വീതി 3 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫോർമുലയും കൂടെ അറിയാം. വികരണം സ്ക്വയർ = എന്താണെന്ന് നമുക്കറിയാം? നീളം സ്ക്വയർ + വീതി സ്ക്വയർ ആണെന്നറിയാം. ഇവിടെ നീളം എന്ന് പറയുന്നത് 4x അല്ലേ? അപ്പം 4x² + വീതി എന്ന് പറയുന്നത് 3x² = വികരണം എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 25ൻ്റെ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 4x² എന്ന് പറയുമ്പോൾ 4x² എന്ന് പറയുമ്പോൾ എത്ര വരും? 16x² പ്ലസ് എത്രയാണ്? 9x² = 25² എന്ന് കിട്ടും. അപ്പോൾ എത്ര? 16 4 16 10 26 25x² എന്ന് പറയുന്നത് 25. x² എന്ന് പറയുന്നത് 25² ആണ്. അപ്പോൾ എന്താണ്? x² = 25. 25 കൂടെ പോകുമ്പം x² = 25 എന്ന് കിട്ടും. x = 5 എന്ന് കിട്ടും. എക്സിൻ്റെ കാര്യം നമുക്ക് 5 കിട്ടി. ഇനി നീളം 4x ആണെന്ന് നമുക്കറിയാം. അറിയത്തില്ലേ? നീളം എന്താണെന്ന് നമുക്കറിയാം? 4x ആണെന്ന് അറിയാം. അപ്പം നീളം 4x ആകുമ്പോൾ നീളം എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 5 കൊടുക്കുമ്പം നീളം 4 × 5 20. വീതി എത്ര കിട്ടും? 3x ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വീതി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 3x. വീതി എത്രയാണ് നമ്മൾ തന്നിരിക്കുന്നത്? എത്രയാണ്? 3x. അപ്പോൾ 3 × 5 15. ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നീളം + വീതി × 2. അതാണ് ചുറ്റളവ്. അപ്പം ചുറ്റളവിൻ്റെ ഫോർമുല എന്താണ്? നീളം 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. നീളം + വീതി. അപ്പോൾ 2 × 20 + 15 = 35 × 2 എത്രയാണ്? 70 ആണ് ആൻസറായിട്ട് വരുന്നത്. 70 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? 0.09 > 7/8. വേറെ കളർ എടുക്കാം. ഒരു 0.09 > 7/8. 7/8 എന്ന് പറയുമ്പോൾ 0.09
0.09. സിമ്പിൾ നമുക്ക് ലാസ്റ്റ് എടുക്കാം. 7/8 എന്ന് പറയുമ്പോൾ n 64, അപ്പോൾ 8.8 എന്ന് വരും. 0.09 ഗ്രേറ്റർ ആണോ 0.8-നെക്കാട്ടിലും? അല്ല, ലെസർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 6% ലെസ് ദാൻ 0.09 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6% എന്ന് പറയുമ്പോൾ എത്രയാണ്? 6/100 അല്ലേ? 6/100 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 0.06 ലെസ് ദാൻ 0.09. അപ്പോൾ അത് കറക്റ്റാണ്. കറക്റ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. എങ്കിലും നമുക്ക് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകാം. 8 × 10⁻³ ഗ്രേറ്റർ ദാൻ 8/100. 8 × 10⁻³ എന്ന് പറയുമ്പോൾ എത്ര വരും? 0.008. 8/100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.08. ഇത് ലെസറാണ് വരുന്നത്. അതായത് 0.08 ആണ് കുറവ്, 0.08 ആണ് വലുത്. നേരെ തിരിഞ്ഞാണ് വരുന്നത്, തെറ്റാണ്. 0.09 അടുത്തതിലേക്ക് പോകാം. 0.09 ഗ്രേറ്റർ ദാൻ 66 × 10⁻². ഇപ്പോൾ 0.09 നോക്കാം, ചിഹ്നം നമുക്ക് പിന്നീട് ഇടാം. 66 × 10⁻² എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.66. ഇതിലേതാ വലുത്? ഇതാണ് വലുത്. 0.66 ആണ് വലുത്. വലുതിൻ്റെ നേരത്തേക്ക് വരുമ്പോൾ 0.09 ചെറുതാണെന്നുള്ളത്, ലെസ് ദാൻ എന്നുള്ളതാണ് വരുന്നത്. ഇത് തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 60% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. x/100 + x × 100 + x × 100 എന്നാണ് ഉള്ളതാണ് ഇതിൻ്റെ ഫോർമുല. ഇതായിരിക്കും ഇതിൻ്റെ അത്രയും ശതമാനം കുറവായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ് x/100 + x × 100 കണ്ടുപിടിക്കുക. അത് അത്രയും ശതമാനം കുറവായിരിക്കുമേ. അപ്പോൾ എക്സ് ഇവിടെ തന്നിരിക്കുന്നത് 60 ആണ്. 100 + x എന്ന് പറയുമ്പോൾ എത്ര? 100 + 60 = 160 × 100. അപ്പം 4 വെച്ച് വെട്ടുമ്പം 25 4 100. ഇവിടെ വരുന്നത് 40 വരും. 0 0 പോകും. 2 വെച്ച് വെട്ടുമ്പോൾ 2 2 4 23 6. 25 3 75/2 എന്ന് വരും. 75/2 എന്ന് പറയുന്നത് 37%. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 54ാമത്തെ ക്വസ്റ്റ്യന്. തുടക്കത്തിൽ 70 km/h വേഗതയിൽ പോകുന്ന ഒരു കാർ ഓരോ 2 മണിക്കൂറിലും വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നെങ്കിൽ കാർ 345 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇവർ 70 km പോകുന്നത്. എത്ര മണിക്കൂർ യാത്ര ചെയ്യും? 2 മണിക്കൂർ വേഗതയിൽ മാറ്റമൊന്നും ഇല്ലാതെ യാത്ര ചെയ്യും. അങ്ങനെ ഇവർ 140 km കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു? വേഗത വർദ്ധിപ്പിക്കും. എത്ര വർദ്ധിപ്പിക്കും? 10 km വർദ്ധിപ്പിക്കും. അപ്പോൾ തുടക്കത്തിൽ 70 ആയിരുന്നു. 2 മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ 10 km കൂടുമ്പോൾ 80 km അടുത്ത 2 മണിക്കൂർ യാത്ര ചെയ്യും. അപ്പോൾ എത്രയാവും? 80 + 80 160 km യാത്ര ചെയ്തു. ഇപ്പോൾ ഇവർ മൊത്തം തുടങ്ങിയെടുത്തുനിന്ന് എത്ര ദൂരമായിട്ടുണ്ട്? 140 + 160 എന്ന് പറയുമ്പോൾ 300 km സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനി അവർക്ക് ഓൾറെഡി 45 km കൂടെ സഞ്ചരിച്ചാൽ മതി. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവർക്കൊരു സ്വഭാവം ഉണ്ട്. എന്തുണ്ട്? 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവർക്ക് വേഗത 10 km കൂട്ടും. അപ്പോൾ ഇത്രയായി 90 km ഇനി അവർ സഞ്ചരിക്കാൻ പോകുന്നത്. ഇനി അവർക്ക് സഞ്ചരിക്കാൻ എക്സ്ട്രാ വേണ്ട ദൂരം എത്ര? 45 km കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവർ ഡെസ്റ്റിനേഷനിലെത്തും, അതായത് എത്തേണ്ട സ്ഥലത്തെത്തും. അപ്പോൾ ഇനി 45 km കൂടെ സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ മതിയാവും? 1 മണിക്കൂറിലാണ് 90 km പോകുന്നത്. അപ്പം അരമണിക്കൂറിൽ 45 km എത്തും. അപ്പം 4.5 മണിക്കൂർ കൊണ്ട് ഇവർ എത്തേണ്ട സ്ഥലത്ത് എത്തും. അതായത് ആദ്യത്തെ 70 km 2 മണിക്കൂർ യാത്ര ചെയ്ത് 140 km എത്തും. പിന്നീടുള്ള 2 മണിക്കൂറിന് ശേഷം 10 km വർദ്ധിപ്പിച്ചു. അപ്പോൾ 80 km വെച്ചിട്ട് പെർ അവർ 2 മണിക്കൂർ യാത്ര ചെയ്ത് 160 km എത്തും. അതിനുശേഷം ഇവർക്ക് 45 km കൂടെ ആകെ യാത്ര ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ വേഗത 90 km/h ആകും. അങ്ങനെ ആകുമ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇവർക്ക് 45 km സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ 4.5 മണിക്കൂർ കൊണ്ട് ഇവർ ഡെസ്റ്റിനേഷനിൽ എത്തും. ഓക്കെ, എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയുടെയും ബിയുടെയും ഉസാഖയും ലസാഖും യഥാക്രമം എക്സും വൈയും ആണ്.
കൂടാതെ എ പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ട് സംഖ്യകളുടെ LCMവും HCFും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, എ പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ട് സ്ഥലവും സ്ക്വയർ ചെയ്താൽ മതി. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് നമ്പേഴ്സിൻ്റെ LCMവും HCFും തന്നു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു x5 ആണ്. എ പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പോലെ തന്നെ എ ബി ഈക്വൽ ടു XY അങ്ങനെ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. നമുക്ക് ഈ XY ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ പറഞ്ഞിരുന്നു എ ബി ഈക്വൽ ടു XY എന്ന് പറഞ്ഞു. അപ്പോൾ 2abയും 2xyയും കൂടെ ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ആൻസർ എത്രയാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബി സ്ക്വയർ എം ഈക്വൽ ടു 2ab പ്ലസ് 5b സ്ക്വയർ മൈനസ് 2ab മൈനസ് 5b സ്ക്വയർ ആണെങ്കിൽ എമ്മിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എ ഈക്വൽ ടു 2, ഇതിനെ നമുക്ക് എ ആയും ഇതിനെ ബി ആയിട്ടും എടുക്കാം. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ എയുടെ വാല്യൂ എത്രയാ, 2ab പ്ലസ് 5b സ്ക്വയർ 5b. ബിയുടെ വാല്യൂ എത്രയാ, 2ab മൈനസ് 5b. ഓക്കെ, ഇവർ തന്നിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എത്രയാണ്, 2ab. എ ഇതാണ് 2ab പ്ലസ് 5b പ്ലസ് ബി ഏതാണ്, 2ab മൈനസ് 5b. ഇത് ഇത്രയും എഴുതുമ്പോൾ എ പ്ലസ് ബി ആണ് ഇത്രയും. ഇനി അടുത്ത് നമുക്ക് ഇൻറ്റു എ മൈനസ് ബി എഴുതാം. എ മൈനസ് ബി എത്രയാണ്, 2ab മൈനസ് 5b 2ab പ്ലസ് 5b മൈനസ് 2ab മൈനസ് 5b. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പ്ലസ് 5b മൈനസ് 5b പോകും. അപ്പോൾ ആദ്യത്തെ എത്ര വരും, 4ab ഇൻറ്റു ഇവിടെ 2ab മൈനസ് 2ab മൈനസ് ചാവത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ab മൈനസ് 2ab പോകും. പ്ലസ് 5b മൈനസ് 5b വരുമ്പോൾ എത്ര വരും, പ്ലസ് 10b. അപ്പോൾ എത്ര കിട്ടും, 14ab സ്ക്വയർ എന്ന് കിട്ടും. ഇവർ ചോദിച്ചിരിക്കുന്നത് എ ബി സ്ക്വയർ എമ്മിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി സ്ക്വയർ എമ്മിൻ്റെ വില എത്രയാണ്, എമ്മിൻ്റെ ഇവിടെ എന്താ കിടക്കുന്നത്, 40 ആണ് കിടക്കുന്നത്. 40 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 40. -40 തന്നിട്ട് കൺഫ്യൂഷൻ. ഓപ്ഷൻ ഡി ആണ് 40. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കരാറുകാരന് ഒരു നിശ്ചിത ജോലി ചെയ്ത് തീർക്കാൻ ഒരു ജോലി നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും. ഓക്കെ, എന്നാൽ 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ആ ജോലി 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളാണ് ജോലി ചെയ്യേണ്ടിയിരുന്നത്? ഇതിനുള്ള ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. m1d1 ഈക്വൽ ടു m2d2. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, m1d1 ഈക്വൽ ടു m2d2. ആദ്യത്തെ ദിവസം ഒരു കരാറുകാരന് ഒരു നിശ്ചിത ജോലി ചെയ്യാൻ നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച്, അപ്പോൾ അവർ തൊഴിലാളികളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ, തൊഴിലാളികളുടെ എണ്ണം പറയാത്തതുകൊണ്ട് m1 നമുക്ക് എന്ത് എഴുതാം, x എന്ന് എഴുതാം. d1 എന്തെടുക്കാം, 9 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പം d1 9.
M2 എത്രയാണ് തന്നിരിക്കുന്നത്? എന്നാൽ 6 തൊഴിലാളികൾ ആദ്യത്തെ ദിവസം വന്നില്ല. അപ്പോൾ M2 എന്താണ്? M2 = x - 6. അങ്ങനെ വന്നതുകൊണ്ട് ബാക്കിയുള്ള തൊഴിലാളികൾക്ക് 15 ദിവസം ചെയ്ത് തീർക്കാം. അപ്പം D2 എത്രയാണ്? 15. ഇതിപ്പോൾ നമുക്ക് M1ഉം D1ഉം M2ഉം D2ഉം കിട്ടി. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. x × 9 = x - 6 × 15. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9x = 15x - 15 × 6 എത്രയാണ്? 90 അല്ലേ? അതെ. അപ്പോൾ 90 = 6x എന്ന് വരും. അപ്പോൾ x എത്രയാണ്? 90/6 = 15. എത്രയാണ് കിട്ടുന്നത്? 90/6 = 15. ഓക്കെ, നമുക്ക് ആൻസർ ഓപ്ഷൻ A 15. ഓപ്ഷൻ A 15 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേ. ഓക്കെ, അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധിക തുക കിട്ടുമായിരുന്നു? ഇപ്പോൾ 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കൂ. അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധിക രൂപ നൽകേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവരുടെ ക്വസ്റ്റ്യൻ. ഇവരുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളൊരു ഫോർമുല ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. എന്ന് പറയുന്നത് PR² ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് D = PR² / 100². PR² / 100². ഇവിടെ P എന്ന് പറയുന്നത് 12,000 രൂപ. എത്ര രൂപയ്ക്കായിരുന്നു ഇവർ? P എന്ന് പറയുന്നത് 12,000 രൂപയാണ്. R² എന്ന് പറയുന്നത് എത്ര? റേറ്റ് എത്രയാണ്? 6%. അപ്പോൾ R² എന്ന് പറയുമ്പോൾ 6 × 6. 100² എന്ന് പറയുമ്പോൾ 100 × 100. ദെൻ നമുക്കിതെല്ലാം ക്യാൻസൽ ചെയ്ത് വിടാം. 1 0 പോയി. ഓക്കെ, ഇനി 2 വെച്ചാകുമ്പോൾ 2 5 10, 2 6 12. 6 × 6 × 6 എത്രയാണ് വരുന്നത്? 6 × 6 36 × 6 എത്ര വരും? 216 എന്ന് വരും. 216/5 എന്ന് കിട്ടും. 216/5 എന്ന് പറയുന്നത് I 4 20, പിന്നെ 1 വരും 16. അപ്പോൾ I 3 15, 43.20 രൂപ എന്നാണ് വരുന്നത്. 43.20. ഓപ്ഷൻ B ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. PR² / 100. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് PR² / 100². മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഇരുമ്പ് ഗോളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. എങ്കിൽ കമ്പിയുടെ നീളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഗോളത്തിൻ്റെ വോളിയവും കമ്പിയുടെ വോളിയവും കണ്ടുപിടിച്ച്, കമ്പി എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്, ആ ഫോർമുല അപ്ലൈ ചെയ്തും ചെയ്യാം. നമുക്കിപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുന്നത് കാണിച്ചു തരാം. 4 × റേഡിയസ് ഓഫ് സ്ഫിയറിൻ്റെ ക്യൂബ്, റേഡിയസ് ഓഫ് സ്ഫിയർ ദ ഹോൾ ക്യൂബ്, അതായത് ഗോളത്തിൻ്റെ റേഡിയസിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ 3 × റേഡിയസ് ഓഫ് സിലിണ്ടർ. 3 ×
റേഡിയസ് ഓഫ് സിലിണ്ടർ. ഇതാണ് ഫോർമുല. 3 ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടറിൻ്റെ സ്ക്വയർ. 3 ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടറിൻ്റെ സ്ക്വയർ. ഇതാണ് ഫോർമുല. ഹോൾ സ്ക്വയർ. അതായത് കമ്പിയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞത്, കമ്പി എന്ന് പറയുന്നത് നമ്മൾ സിലിണ്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഗോളവും കമ്പിയും തന്നിട്ട് കമ്പിയുടെ നീളം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫോർമുലയാണ് 4 ഇൻറ്റു ഗോളത്തിൻ്റെ റേഡിയസിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു സിലിണ്ടറിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ. അതാണ് ഫോർമുല. അപ്പോൾ 4 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ എത്രയാണ്? സ്ഫിയറിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ഇവർ തന്നിരിക്കുന്നത് വ്യാസമാണ്, ഗോളത്തിൻ്റെ വ്യാസമാണ് തന്നിരിക്കുന്നത്. ഇത് എന്താണ്? കമ്പിയുടെ വ്യാസമാണ് തന്നിരിക്കുന്നത്, സിലിണ്ടറിൻ്റെ വ്യാസമാണ് 0.2 തന്നിരിക്കുന്നത്. അപ്പോൾ ആരം എത്രയാണ്? 0.2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആരം 0.1 എന്ന് കിട്ടും. അപ്പോൾ 0.1ൻ്റെ സ്ക്വയർ. ഗോളത്തിൻ്റെ ആരമാണ് തന്നിരിക്കുന്നത്. ഇത് ഗോളത്തിൻ്റെ ആരമാണ് 7 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അപ്പം 7 ക്യൂബ് റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുമ്പോൾ 7 ക്യൂബ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കമ്പിയെ നമ്മൾ സിലിണ്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കമ്പിയുടെ വ്യാസമാണ് തന്നിരിക്കുന്നത് 0.2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആരം കണ്ടുപിടിക്കാൻ 0.2 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 0.1 കിട്ടും. ഈ 0.1ൻ്റെ സ്ക്വയർ. ഇനി അത് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0.01ൻ്റെ സ്ക്വയർ എത്രയാണ്? 0.01. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 45733 എന്ന് പറഞ്ഞ് കിട്ടും. 45733 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഇത്രയും സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മീറ്റർ ആക്കണമെങ്കിൽ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 457.33 എന്ന് കിട്ടും. ഓക്കെ, 457.33 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫോർമുല പഠിച്ച് വെച്ചേക്കെ, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്, അതുകൊണ്ടാണ് ഈ ഫോർമുല എടുത്തത്. അടുത്ത 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വസ്ത്ര വ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വരുന്നു. അയാളുടെ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ 33 മീറ്റർ തുണി വിറ്റപ്പോൾ പുള്ളിക്ക് 3 മീറ്റർ നഷ്ടമാണെന്ന് പറയുമ്പം പുള്ളി എത്ര മീറ്റർ വാങ്ങിയിട്ടുണ്ടാകും? മൊത്തം 36 മീറ്റർ വാങ്ങിയിട്ടുണ്ടാകും അല്ലേ? 33 + 36 മീറ്ററാണ് പുള്ളിയുടെ വാങ്ങിയ വില. വാങ്ങിയ തുണി എത്രയാണ്? 36 മീറ്ററാണ് വാങ്ങിയ തുണി. നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ? ഇവിടെ നഷ്ടം എത്രയാണ്? 3 മീറ്റർ തുല്യമായ തുക നഷ്ടം വന്നു. അപ്പം നഷ്ടം എത്രയാണ്? 3. വാങ്ങിയത് എത്ര മീറ്ററാണ്? 33 മീറ്റർ വിറ്റപ്പോൾ പുള്ളിക്ക് 3 മീറ്റർ തുണിയുടെ തുക നഷ്ടമായെന്ന് പറയുമ്പോൾ വാങ്ങിയത് എത്രയാണ്? 33 + 3 36 മീറ്ററാണ് പുള്ളി വാങ്ങിയത്. 36 × 100. ഇപ്പം 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 × 4 36, 25 × 4 100, 3 വെച്ചിട്ട് ചെയ്യുമ്പം 3 9, 25/3 എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കാം. 25/3. അപ്പം എത്ര വരും? 3 8 24 1 വരും. അപ്പം 8 3/1% പുള്ളിയുടെ നഷ്ടം. നമ്മൾ 2025 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അടുത്ത വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2025 കേരള PSC ആഫ്റ്റർ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.